ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സേവിങ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സേവിങ്സിനെ എങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സേവിങ്സിനെ പറ്റിയിട്ടൊക്കെ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരായിക്കോട്ടെ, നമ്മളെ കുറച്ചും കൂടി അധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഗൈഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും പലപ്പോഴും ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യത്തിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയത്തേക്കൊക്കെ കുറച്ചും കൂടിയും എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ ടോക്സ് കേൾക്കാറുണ്ട്. അവരുടെയൊക്കെ ഒപ്പീനിയൻ അനുസരിച്ചാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാറ്. എന്നാൽ പോലും ഇപ്പോൾ സീറോയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല, എന്നാൽ പോലും നമ്മൾ സ്ത്രീകൾക്ക് സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ വേണ്ടിയിട്ട് ബേസിക് ആണ് കേട്ടോ ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ സാലറി വാങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഒരു 20 വയസ്സ് ആ ഒരു പ്രായത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണാൻ വേണ്ടി സ്വാഗതം ചെയ്യാണ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സേവിങ്സിനെ പറ്റി നിങ്ങളുടെ ഒരു ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തെല്ലാം രീതികളാണ് ഫോളോ ചെയ്യുന്നത് എന്ന് കമൻറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം എനിക്കും കൂടെ അറിഞ്ഞിരിക്കാമല്ലോ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടിയും ചെയ്യാം കേട്ടോ. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ ആദ്യത്തെ സാലറി 4000 രൂപയായിരുന്നു കേട്ടോ. എൻ്റെ 2020s സ്റ്റാർട്ടിങ്ങിലാണ് ആദ്യത്തെ സാലറി വാങ്ങുന്നത്. അത് സാലറി എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്റ്റൈഫൻഡ് ആയിരുന്നു. അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു, അത് നമ്മൾ ട്രെയിനിങ്ങിന് കയറിയ സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന സ്റ്റൈഫൻഡ് ആയിരുന്നു 4000 രൂപ. ആ 4000 രൂപ വെച്ചിട്ട് ഒരു വർഷമാണ് കേട്ടോ ജീവിച്ചത്. ഒരു വർഷത്തെ ട്രെയിനിങ് ആയിരുന്നു. ആ സമയത്ത് ആ 4000-ന് 1300 രൂപ റെൻറ്റ് പോവായിരുന്നു. ബാക്കിയുള്ള പൈസയ്ക്ക് നമ്മൾ ഭക്ഷണവും റെൻറ്റും ഹോസ്റ്റൽ ഫീ ഇതിൽ അടങ്ങുമായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിനും താമസത്തിനും വേറെ പൈസ വേണ്ട, 1300 ഈ പരിപാടിയൊക്കെ ഇൻക്ലൂഡാണ്. ബാക്കി വരുന്ന പൈസയ്ക്ക് നമുക്ക് ബസ് ഫെയർ, അപ്പ് ആൻഡ് ഡൗൺ ഓഫീസിൽ പോകാനുള്ള ബസ് ഫെയർ പോകും. പിന്നെ നാട്ടിൽ പോകാനുള്ള പൈസ, പിന്നെ അല്ലറ ചില്ലറ ഡ്രസ്സ് എടുക്കില്ല, മിസ്ലേനിയസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകുമല്ലോ. പക്ഷെ അതിൽ നിന്ന് എല്ലാ മാസവും കുറച്ച് പൈസ എടുത്ത് മാറ്റി വെച്ച് അതിൽ നിന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ എല്ലാവരും ചിട്ടിയൊക്കെ ചേർന്ന് ഒരു വർഷമായ സമയത്ത് എനിക്ക് എൻ്റെ ജോബ് കിട്ടിയിരുന്ന സമയത്ത്, അതായത് ഞാൻ ട്രെയിനിയിൽ നിന്ന് എഞ്ചിനീയർ ആയിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയ ടൈമിൽ ഞാൻ ഒരു പവൻ വാങ്ങിച്ചു കേട്ടോ. അതെൻ്റെ ഒരു വാശിയായിരുന്നു. എൻ്റെ സാലറിയിൽ നിന്ന് ഞാൻ ഏറ്റവും കുറവ് പൈസ വെച്ച് സ്വരുക്കൂട്ടി വെച്ചിട്ട് എനിക്കായിട്ട് എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമായിരുന്നു, ജൂലൈ 17-നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് എഞ്ചിനീയർ ആയിട്ട് കയറുന്നത്, ജൂനിയർ എഞ്ചിനീയർ ആയിട്ട് കയറുന്നത്. ആ സമയത്ത് ആ വീക്കിൽ തന്നെ ഞാനും എൻ്റെ സിസ്റ്ററും പോയിട്ട് ഗോൾഡ് വാങ്ങിയിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ ആ ഒരു സമയത്തെ സ്പിരിറ്റാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറ്. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്തായിക്കോട്ടെ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ബോണസ് വരുന്നു, സ്റ്റൈഫൻഡ് വരുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണലി നമുക്ക് വിചാരിക്കാത്ത സമയത്താണെങ്കിൽ വരുന്നതായിക്കോട്ടെ, അത് എക്സ്പെൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും കടം വീട്ടാനോ അല്ലെങ്കിൽ ഒരു EMI ക്ലോസ് ചെയ്യാനൊക്കെ ആയിരിക്കുമല്ലോ എടുക്കുക. പക്ഷേ ആ സമയത്തും കൃത്യമായിട്ട് അതിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് മാറ്റി സേവിങ്സിലേക്ക് വെക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് അത് അധികകാലം പോകാറില്ല. മേ ബി എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ശീലം എന്താണെന്ന് പറയുമോ, എൻ്റെ സേവിങ്സ് ഹാബിറ്റ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കുടുക്ക എന്ന് പറയുന്നത് എൻ്റെ വളരെ കുഞ്ഞു കാലം മുതൽ, ഒരു 5ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് മുതലൊക്കെ എൻ്റെ കൂടെയുള്ള ഒരു ഹാബിറ്റാണ്. ആ സമയത്തൊക്കെ മറ്റേ മണ്ണിൻ്റെ കുടുക്കയില്ലേ നമ്മൾ വഴിയരികിലൊക്കെ വെച്ച് കിട്ടുന്നത്, അതിലായിരുന്നു പൈസ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കോയിൻസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. 5ൻ്റെ അല്ലെങ്കിൽ 10ൻ്റെ നോട്ടൊക്കെ ഇടാൻ കിട്ടുക എന്ന് പറയുന്നത് എന്തോ ഇന്നത്തെ ഒരു 1000-ൻ്റെയും 2000-ൻ്റെയും ഒക്കെ മതിപ്പുണ്ടായിരുന്നു അന്ന്. വീട്ടിലെ റിലേറ്റീവ്സ് വന്ന് പോകുമ്പോൾ തരുന്ന പൈസ, കിട്ടുന്ന ചില്ലറ പൈസ, ചോക്ലേറ്റ് വാങ്ങാൻ, മിഠായി വാങ്ങാൻ തരുന്ന പൈസ ബാക്കി വെച്ചിട്ട് ബസ്സിന് കൊടുക്കുന്ന പൈസ, ബാക്കി വരുന്ന 25 പൈസയും 50 പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് അന്ന് മുതലേ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സ്കൂൾ ടൂർ പോകാനോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനോ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ ആ പൈസ എടുത്തിട്ടുണ്ട്. ആൻഡ് സഞ്ചയിക, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമല്ലേ, സഞ്ചയികയിലെ പൈസ 5ൻ്റെ ഗുണിതങ്ങൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് തരുന്ന ഒരു കാലം, ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് വന്ന സമയത്ത് എനിക്ക് കുടുക്കയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, കുടുക്ക എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ആൻഡ് അത് തുറന്നിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഷോർട്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ്, കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എടുത്തു വെച്ച പൈസ എല്ലാം കൂടെ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു 2500-600 അത്രയും ദിറംസ് ഉണ്ടായിരുന്നു എൻ്റെ കുടുക്കയിൽ.
കാരണം എല്ലാ മാസവും സാലറി വരുമ്പോൾ കുറച്ച് പൈസ ഞാൻ ഇപ്പോഴും ഒരു 100 ദിറംസ് എങ്കിലും ഞാൻ അതിലേക്ക് മാറ്റി വെക്കും. എല്ലാ പൈസയും എല്ലാ EMIസും എല്ലാ ലോണും എല്ലാം കഴിഞ്ഞ് മേ ബി നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവണം എന്നില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ പോയി ATMയിൽ നിന്ന് പൈസ എടുത്ത് ഈ കുടുക്കയിൽ കൊണ്ടിടും. അങ്ങനെ ഞാൻ ഇയർ എൻഡിൽ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. എൻ്റെ കയ്യിലുള്ള പൈസയും പിന്നെ അപ്പോൾ വരുന്ന ബാക്കി പൈസയും കുടുക്കയിലെല്ലാം കൂടെ ചേർത്ത് എല്ലാ കൊല്ലവും ഗോൾഡ് വാങ്ങുക എന്നുള്ളത് കേട്ടോ. ഇയർ എൻഡിൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേയുടെ ടൈമിൽ വാങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. പക്ഷേ ഇയർ എൻഡിൽ വാങ്ങുന്നതിന് ഒരു പ്രത്യേക സുഖമുണ്ട് പുതിയ വർഷത്തിലേക്ക് കിടക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ള ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോളോവർ കുട്ടി കേട്ടോ. കഴിഞ്ഞ ദിവസം കൂടെ ആ കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 ഗ്രാം പോലും ഇല്ലാതിരുന്ന സമയത്ത് ചേച്ചിയുടെ ഈ കുടുക്ക ആ ഒരു ഷോർട്സ് കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡ് ആയിട്ട് അവളിങ്ങനെ പൈസയൊക്കെ കൂട്ടി വെച്ച് ഇപ്പം 2 പവൻ സ്വർണം വാങ്ങിച്ചു എന്നുള്ളത്. സ്വർണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നല്ലൊരു സേവിങ്സ് ആണ്, നമ്മുടെ ഒരു സമ്പാദ്യമാണ് എന്നുള്ളതാണ്. ഇപ്പം എത്ര വരും? 1 പവനൊക്കെ വാങ്ങണമെങ്കിൽ 1,10,000 ആ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ 25,000 രൂപ 1 പവനുള്ള സമയത്ത് പോലും പൈസ കൂട്ടി വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അന്നേരം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസ് എന്തൊക്കെയായിരുന്നു, എൻ്റെ സേവിങ്സ് പരിപാടികൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആലൂക്കാസിലും ജോസ്കോയിലും മലബാറിലും പിന്നെ എവിടെയായിരുന്നു ആലപ്പാട്ടിലോ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും സ്വർണ്ണക്കുറികൾ ചേരുമായിരുന്നു. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ ഒന്നും ഇല്ലാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം പൈസ കൂട്ടി വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി ഇതൊക്കെ ആയിരുന്നു അന്ന് ഓപ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ജോബിന് കയറുന്ന ആളായിക്കോട്ടെ, ആദ്യമായിട്ടുള്ള സാലറി ആയിക്കോട്ടെ, ഇനി എത്ര കൂടുതൽ സാലറി വാങ്ങുന്ന ആളായിക്കോട്ടെ, നമ്മൾ അതിൽ നിന്ന് എപ്പോഴും ഒരു നിശ്ചിത തുക മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ വീട് വിട്ട് മാറി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഹോസ്റ്റൽ ഫീ, റെൻറ്റ് കൊടുക്കാനുണ്ടാവും, ഭക്ഷണം കഴിക്കാനുണ്ടാവും, നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയല്ല നമ്മൾ സേവ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടൊരു നിശ്ചിത തുക, അത് കുറച്ച് കൂടുതലുള്ള എമൗണ്ട് തന്നെ ആവണം കേട്ടോ. അത് നമ്മൾ സാലറി കിട്ടുമ്പോൾ തന്നെ മാറ്റി വയ്ക്കാൻ, അതായത് നമുക്ക് ആക്സസിബിൾ അല്ലാത്തൊരു സ്ഥലത്ത്. അതുകൊണ്ടാണ് ഈ കുടുക്കയെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആക്സസിബിൾ അല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എപ്പോഴും ഈ പൈസ എടുത്ത് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. ആൻഡ് ഒരു പർട്ടിക്കുലർ ഡേറ്റിന് നമ്മൾ വിചാരിച്ചൊരു ദിവസം അല്ലാതെ അത് ഒരു കാരണവശാലും നമ്മൾ തുറക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ, ഒരു പ്രോമിസൊക്കെ നമുക്ക് തന്നെ കൊടുക്കുന്നതും നമ്മുടെ ഒരു നമ്മൾ സേവ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ, നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒരു തവണ വീട്ടിൽ അമ്മാവന്മാരൊക്കെ വന്ന സമയത്ത്, വളരെ ചെറുപ്പമാണ് കേട്ടോ, കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ അമ്മാവന്മാർ വന്ന സമയത്ത് നമുക്കിങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് പൈസ തരുമല്ലോ. അപ്പോൾ അന്ന് തന്ന സമയത്ത് ആ പൈസയ്ക്ക് സാധാരണ പിള്ളേരൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ എടുത്തു വയ്ക്കുക. അപ്പം ഞങ്ങളുടെ 2 പേരുടെ ശീലം അമ്മയ്ക്ക് കൊടുക്കുക, എന്ത് കിട്ടിയാലും അത് അമ്മയ്ക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അന്ന് അമ്മ എന്താ ചെയ്തേ, നേരെ ഈ പൈസ ചിലവായി പോകരുത്, വേറെ കടം വാങ്ങിച്ചതൊന്നും തിരിച്ചു കൊടുക്കാൻ എടുക്കരുത്, എവിടേക്കും ഇല്ലാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് അമ്മ നേരെ അതിന് പോയിട്ട് ഒരു മോതിരം വാങ്ങിച്ചു. അന്ന് 1 ഗ്രാമിന് എത്ര രൂപയായിരുന്നു എന്നറിയോ? 500 രൂപ. 500 രൂപയൊക്കെ 1 ഗ്രാമിന് ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ 500 1000 എന്തോ പൈസ ഉണ്ടായിരുന്ന സമയത്താണ് പോയിട്ട് ആ പൈസയ്ക്കുള്ള ഒരു കുഞ്ഞു മോതിരം, 1 ഗ്രാമിന് എത്രയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആ പൈസയ്ക്ക് നമ്മൾ ഒരു മോതിരം വാങ്ങിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പം അന്നും അതെ ഇന്നും അതെ, എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളോട് പറയാറുള്ളത്, 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം, നമ്മുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് അതിന് നിങ്ങൾ സ്വർണം വാങ്ങിച്ചു വെക്കുക കേട്ടോ എന്ന് കരുതി സ്വർണ്ണ ആഭരണങ്ങൾ ഇട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയല്ല. സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു എമർജൻസി ഫണ്ടിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്ക് അത്യാവശ്യം 1 പവനൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, പണയം വെച്ച് കഴിഞ്ഞാൽ ഒരു 10,000-70,000 രൂപയൊക്കെ നമുക്ക് പണയം വെച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. അപ്പോൾ സ്വർണം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടേക്ക് ഒരു ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പരിപാടിയാണ്. മുന്നോട്ടേക്ക് കൂടുന്തോറും എന്തായാലും ഈ 2,000 കോടി 4,000 കുറഞ്ഞു ഈ ഒരു റേഞ്ചിൽ നിൽക്കുമെന്നല്ലാതെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഒന്നും വരാൻ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന് നമ്മൾ വാങ്ങി വെക്കുക, പൈസ കൂട്ടി വെക്കുക. ഇപ്പം ദിറംസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 26 രൂപയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ വന്ന സമയത്ത് ഒരു എത്ര രൂപയായിരുന്നു നാട്ടിലോട്ട്, അന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു, 2 ലക്ഷം എന്തോ അയച്ച സമയത്ത് ഒരു ദിറംസിന് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്നത് 19 രൂപയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് 26 രൂപയായിട്ടുണ്ട് ഒരു ദിറംസ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെയാണ് ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ നേരെയുള്ള പൈസ നേരെ നാട്ടിലോട്ട് സെൻഡ് ചെയ്ത് അതിൽ സേവ് ചെയ്യാതെ നമ്മുടെ UAE-യിലാണെങ്കിൽ ദിറംസ് ആയിട്ട് തന്നെ സേവ് ചെയ്യുക. നിങ്ങൾക്കൊരു 3 മാസം കൊണ്ട് തന്നെ നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലോചിക്കുകയായിരുന്നു 20 ലക്ഷത്തിന് കഴിഞ്ഞ വർഷം ഈ വർഷവും തമ്മിലുള്ള റേറ്റ് കേട്ടോ. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 2024 ഡിസംബർ ടൈമിൽ 20 ലക്ഷത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് ഏകദേശം 90,000 ദിറംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ 20 ലക്ഷത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു
78 80 ദിറംസ് ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. 80,000 കേട്ടോ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് എത്രത്തോളം വ്യത്യാസം വന്നു, 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സാലറി കിട്ടുന്നതിൻ്റെ ബാക്കി പൈസ നേരെ നാട്ടിലോട്ട് അയച്ചു വെച്ച് നാട്ടിലെ NRI അക്കൗണ്ടിൽ സേവ് ചെയ്യാതെ ഇവിടെ തന്നെ സേവ് ചെയ്ത് വെക്കുക. ഒരു 3-4 മാസം കൊണ്ട് തന്നെ നല്ല ചേഞ്ച് ഉണ്ടായിരിക്കും, നമുക്ക് നല്ല ലാഭം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് SIP. നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ SIPയെ പറ്റി പഠിക്കുക. ഒരു ദിവസം അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക നോട്ട്സിൽ. മ്യൂച്വൽ ഫണ്ട് എന്താണ്, SIP എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമ്മൾ ടാക്കിൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒന്ന് പഠിക്കുക. ഒരു ചെറിയ പുസ്തകം എടുത്ത് എഴുതി വെക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എൻ്റെ കെട്ടിയവൻ അത്യാവശ്യം നല്ല ബുദ്ധിബോധമുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം ഇവർ പൊതുവേ കുറച്ച് നേരത്തെ തൊട്ട് ഇതിനെപ്പറ്റി പഠിച്ച് ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എൻ്റെ സംശയമൊക്കെ ഞാൻ മൂപ്പരോടാണ് ചോദിക്കുക. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്തത്, ഫെഡറൽ ബാങ്കിലെ മ്യൂച്വൽ ഫണ്ടിൽ ജസ്റ്റ് ഒരു 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി SIP പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു തുക ഒന്ന് നിക്ഷേപിച്ച് നോക്കുക. അപ്പോൾ പർട്ടിക്കുലർലി എല്ലാ മാസവും ഒരു 3-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ 2-ാം തീയതി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഡിഡക്റ്റ് ആയി പോകും അത്. എന്നിട്ട് നിങ്ങൾ എല്ലാ ദിവസവും അത് നോക്കുക, എത്ര ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് നഷ്ടം വന്നു, അങ്ങനെയെല്ലാം നോക്കുക. ഇനി നഷ്ടത്തിൽ ശരിക്കും പേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളുടെ വീഡിയോസൊക്കെ നോക്കുക. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ നമ്മൾ അതിൽ 40 ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അല്ലെങ്കിൽ 40 നിങ്ങളുടെ സേവിങ്സിലേക്ക്, ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീക്കി വെച്ച് ബാക്കി 60 കൊണ്ട് മാനേജ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് വരുന്ന 100-ൽ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് ഈ തുടക്കത്തിൽ തന്നെ ഈ 100-നുള്ള പരിപാടി നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. EMI ഉണ്ടായിരിക്കും, ലോൺ ഉണ്ടായിരിക്കും, നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 15-ാം തീയതിക്ക് ശേഷം നമ്മൾ കടത്തിലായിരിക്കും ഓടുക അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിലായിരിക്കും ഓടുക. ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷെ അതൊരു വലിയ ലിമിറ്റാണ്. നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് എത്തില്ല. എന്ത് കാര്യം വാങ്ങുകയാണെങ്കിലും എന്തൊരു കാര്യം പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് പോകുന്നത് എന്താ, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വാങ്ങാലോ എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല. ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു എമർജൻസി ഓപ്ഷനായിട്ട് മാത്രം വെക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എമർജൻസി ഓപ്ഷന് മാത്രം ക്രെഡിറ്റ് കാർഡ്, അല്ലാതെ നമ്മുടെ കയ്യിൽ ബാക്കി വരുന്ന എമൗണ്ടിനാണ് നമ്മൾ മാസം ചിലവുകൾ മാനേജ് ചെയ്ത് പോകുന്നത്. എന്നിരുന്നാൽ പോലും ഒരു 1000 ദിറംസ് ഉണ്ടെങ്കിൽ ആ 1000 ഈ മാസം പൊടിച്ച് കളയുക എന്നുള്ള ചിന്തയിലേക്ക് എത്തരുത്. എപ്പോഴും നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുക. എത്രയധികം നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നോ അത്രയും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ ഫോൺ ആയിക്കോട്ടെ, എൻ്റെ ആദ്യത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ പൈസ കൂട്ടി വെച്ച് അങ്ങനെ വാങ്ങിച്ചതാണ്. അങ്ങനെ വാങ്ങുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് നമുക്ക്. ഒരുപാട് സെൽഫ് പ്രൗഡ് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും സെൽഫ് ഇൻവെസ്റ്റ്മെൻറ്റിനും സേവിങ്സിനും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 10 രൂപ 20 രൂപയൊക്കെ വെച്ച് എല്ലാ ദിവസവും ചെയ്യുന്ന ചില ഒരു മണി ബോക്സ് ഒരു സമയത്ത് ട്രെൻഡായത് ഓർമ്മയുണ്ടോ? പല എമൗണ്ട്സ്, അതായത് 5, 10, 15 അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ്ലി കുറേ നാളിട്ട് കഴിയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബോക്സിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടായിരിക്കും. ഞാൻ ഈ SIP സ്റ്റാർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു കഥയും കൂടെ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇൻവെസ്റ്റൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സിസ്റ്ററും ഞങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഒരു പടിക്കും കൂടി മേലേക്ക് കയറ്റി വെക്കാൻ, അതായത് മൈനസിൽ നിന്ന് 0-ലേക്ക് എത്തിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷേ അന്നേരം ഇവരൊക്കെ നമ്മുടെ അടുത്ത് പറയായിരുന്നു, ഈ പുഴയിലെ വെള്ളം മുഴുവൻ കുടിച്ച് വറ്റിച്ച് അതിൽ കൂടെ നടന്നു പോകാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കണം എന്നില്ല, ഒരു സൈഡിൽ കൂടെ നടന്നു പോവും, അതിലൊരു 100 രൂപയെങ്കിലും നീ മാറ്റി വെക്കുമെന്ന് പറയും. അങ്ങനെ ഞാൻ അതൊക്കെ ചുമ്മാ സിമ്പിളായിട്ടോ, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവില്ല, പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. വളരെ റാൻഡമായിട്ടൊരു റീല് കാണുമായിരുന്നു. ഒരു ലേഡി, അവരൊരു സാമ്പത്തിക വിദഗ്ധ ആയിരുന്നു എന്ന് തോന്നുന്നു. അവരിങ്ങനെ പറയുകയാണ്, ഒരു 30-40 സെക്കൻഡിൽ നിങ്ങൾ ഡെയിലി 100 രൂപ വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം എത്ര രൂപ ഉണ്ടായിരിക്കും? ഡെയിലി 100 രൂപ വെച്ച് സേവ് ചെയ്താൽ എത്ര ഉണ്ടായിരിക്കും? 36,000 ആ ഒരു റേഞ്ചിൽ നമ്മുടെ എമൗണ്ട് സേവിങ്സ് പോകും. എല്ലാ മാസവും 1000 രൂപ വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം, അതായത് എല്ലാ മാസവും എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും വേസ്റ്റ് ആവാതെ, ഒരു ദിവസം പോലും മിസ്സാക്കാതെ, ഒരു മാസം പോലും മിസ്സാക്കാതെ നമ്മൾ കണ്ടിന്യൂസ്ലി സേവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആലോചിച്ചത്. ഒന്നും കൂടെ ഞാൻ ഈ കുടുക്ക ഹാബിറ്റും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊടിതട്ടി എടുത്തു. എന്തൊക്കെ സംഭവിച്ചാലും എല്ലാ മാസവും കൃത്യമായിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും കൃത്യമായിട്ടുള്ള നീക്കി വെക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 വർഷമായി കേട്ടോ. കാരണം അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ട്, നമുക്കൊരു സേവിങ്സ് ഉണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിച്ചു തുടങ്ങി. വലിയ ചേഞ്ച് എന്നല്ല, പക്ഷെ നമ്മളത് പഠിച്ചു തുടങ്ങി. ഇൻ ഫ്യൂച്ചറിലേക്ക് നമുക്കൊരു വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും നമുക്കിനി ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സമയം കിട്ടുന്ന സമയത്ത് വെറുതെ പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ ബാക്കി മൂവീസൊക്കെ കാണാനൊക്കെ നിങ്ങൾ സമയം എടുത്തോളൂ. എന്നാൽ പോലും അവനവൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സേവ് ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ ഡെയിലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ഓഹരികളാണ്, ഷെയർ മാർക്കറ്റിംഗ്, ഇതിനെ പറ്റിയൊക്കെ കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടു നമ്മുടെ ആരോഗ്യമാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത് എന്ന്. ശരിയാണ്, നമ്മുടെ ആരോഗ്യമാണ് നമുക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി നല്ല ഭക്ഷണം കഴിക്കാനും വ്യായാമങ്ങൾ ചെയ്യാനും സെൽഫ് കെയറിന് വേണ്ടിയിട്ടൊക്കെ സമയം ചിലവഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ അന്നന്ന് കിട്ടുന്ന പൈസ അന്നന്ന് തന്നെ ചിലവാക്കുക എന്നുള്ള ഒരു ഫൂളിഷ് മൈൻഡിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ഗെറ്റ് റെഡി ചെയ്യുക. കിട്ടുന്ന പൈസയിൽ എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ഓട്ടം നമുക്ക് എപ്പോഴും ഓടാൻ പറ്റില്ലല്ലോ. ഓടാൻ പറ്റാത്തൊരു സമയത്ത് നമുക്ക് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നീക്കിയിരിപ്പ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. സോ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. ഇതുവരെ കണ്ടു വന്നിട്ടുള്ള എല്ലാവരോടും ഒരു നന്ദിയുണ്ട്. പറ്റുന്നിടത്തോളം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ ആൻഡ് താങ്ക് യു.